ഏറ്റവും പ്രിയപ്പെട്ടവരെ, കണ്ണൂർ വിഷൻ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഇഫ്താർ സംഗമം കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കുന്നതിന് നിരവധി തടസ്സങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പുതിയ കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രതീകമായി ഇന്നിവിടെ കണ്ണൂർ വിഷൻ ഇഫ്താർ സംഗമം നടത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന നിലയിൽ വളരെ വിശദമായി ഇന്നത്തെ ഈ ഇഫ്താർ സംഗമവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിരവധി മഹൽ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഭാഷണത്തിലേക്ക് കടക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേരുന്നത് ബഹുമാനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ ചടങ്ങിൻ്റെ ഏറ്റവും സവിശേഷമായ നമ്മൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന റംസാൻ സന്ദേശം നൽകുന്നത് ഡോക്ടർ മുസഫർ മുഹമ്മദ് ആണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിരിക്കുന്നത് തലശ്ശേരി സീറോ മലബാർ അതിരൂപത ആർച്ച് ബിഷപ്പ് ബഹുമാനായ ശ്രീ മാർ ജോസഫ് പാംപ്ലാനിയാണ്. അദ്ദേഹത്തെ കണ്ണൂർ വിഷന് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ബഹുമാന്യ വ്യക്തിത്വം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കണ്ണൂർ മേയർ ശ്രീ TO മോഹനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ചേരാമെന്ന് ഏറ്റിട്ടുള്ള MLA മാരായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, KV സുമേഷ്, M വിജിൻ, സജീവ് ജോസഫ് എന്നിവരെയും അവരുടെ അസാന്നിധ്യത്തിലും അവരെ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PP ദിവ്യ ഇവിടെ എത്തിച്ചേരും. അവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കണ്ണൂർ റേഞ്ച് DIG ബഹുമാനായ രാഹുൽ R നായർ, അതുപോലെ കണ്ണൂർ ജില്ലാ കളക്ടർ S ചന്ദ്രശേഖരൻ IAS എന്നിവരും ഇവിടെ എത്തിച്ചേരും. അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ MB ജയരാജൻ, DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി, ശ്രീ KP താഹിർ ലീഗ് ജില്ലാ സെക്രട്ടറി, P മുരളീധരൻ മാനേജർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീ നവാസ് മേത്തർ പ്രസിഡന്റ് തലശ്ശേരി പ്രസ് ഫോറം, രജീഷ് MR COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി, M മൻസൂർ COA സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ ഉണ്ണികൃഷ്ണൻ COA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ശ്രീ MP മുരളി കണ്ണൂർ മെട്രോ MD, അതുപോലെ COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള നിസാർ ബാബു, അഫ്സൽ, ശശികുമാർ P, ദിനേശൻ NK, സുരേന്ദ്രൻ C തുടങ്ങിയവരും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ബഹുമാന്യരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രീ സുരേഷ് ബാബു എളയാവൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, K മുഹമ്മദ് അഫ്സൽ DCC ജനറൽ സെക്രട്ടറി, രാജീവൻ എളയാവൂർ DCC ജനറൽ സെക്രട്ടറി, മാധവൻ മാസ്റ്റർ കല്ലിക്കോടൻ രാജേഷ് കോൺഗ്രസ് നേതാക്കന്മാർ, അതുപോലെ ഇവിടെ എത്തിച്ചേർക്കുന്ന കോർപ്പറേഷൻ കൗൺസിലർമാർ, പേര് എടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, കണ്ണൂർ വിഷൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ക്ലയൻസ്, ഒപ്പം കേബിൾ TV ഓപ്പറേറ്റർമാർ, മറ്റു കുടുംബാംഗങ്ങൾ, മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യ പ്രജീഷ് അച്ചാണ്ടിയെ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള മേയർ, അതുപോലെ മാർ ജോസഫ് പാംപ്ലാനി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, വേദിയിൽ സദസ്സിലുമുള്ള കണ്ണൂർ വിഷൻ്റെ ഇഫ്താർ വിരുന്നിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും, നമ്മുടെ ഇഫ്താർ ചടങ്ങ് കൃത്യമായും നോമ്പുതുറ 6:40 ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് വളരെ ചെറിയ സമയം മാത്രമേ ഇനിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നേരിട്ട് ഞാൻ റംസാൻ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ മുസഫർ മുഹമ്മദിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ക്ഷണിച്ചുകൊണ്ട്
നിർത്തുന്നു. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് വബിമന്നിഹി വഫളലിഹി തതനസ്സലുൽ ഖൈറാത്ത് വൽ ബറകാത്ത്. അമ്മാ ബഅദ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ ഇഫ്താർ വിരുന്നിന് ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിക്കാറുള്ള പരിശുദ്ധ റമളാനിലെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷത്തെ റമളാൻ 24-ന് മനോഹരമായിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നൊരുക്കി നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ, അതുപോലെ തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, എന്നെ ഈ ഒരു റംസാൻ സന്ദേശം നൽകാൻ വേണ്ടി ഇവിടെ ക്ഷണിച്ചതിന് എൻ്റെ സന്തോഷവും സ്നേഹവും അവരെ ആദ്യമായി അറിയിക്കുകയാണ്. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം കരിയിച്ച് കളയുക എന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമൊക്കെ കരിയിച്ച് കളഞ്ഞ് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി സ്ഫുടം ചെയ്തെടുക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ സൗം എന്നാണ് നോമ്പിന് പറയുക. സൗമെന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, അടക്കി വെക്കുക, കടിഞ്ഞാണിടുക എന്നൊക്കെയാണ്. നമ്മുടെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിട്ട് നന്മയുടെ വഴികളിലൂടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു പരിശീലനമായിട്ടാണ് യഥാർത്ഥത്തിൽ നോമ്പ് വിശ്വാസികൾ നോറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെയുള്ള വ്യത്യസ്തമായ മതങ്ങളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങൾ. എന്തിനാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും എന്ന ചോദ്യത്തിന് നമ്മുടെ ഉത്തരം ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കുക, പുണ്യം ലഭിക്കുക, പ്രതിഫലം ലഭിക്കുക എന്നൊക്കെയായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു മാനവികമായ ഒരു തലം, ഒരു മാനുഷികമായ മൂല്യങ്ങൾ ഈ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് ഓരോ കർമ്മങ്ങളും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് ഒരു ദിവസം 5 നേരം നിർവഹിക്കേണ്ട ഒരു കർമ്മമുണ്ട്. നമസ്കാരം എന്നാണ് പറയുക. 5 നേരം നിർവഹിക്കണം. നിന്നിട്ടാണ് നിർവഹിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർ ഇരുന്ന് നിർവഹിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നിർവഹിക്കണം. ഇനി കിടന്നിട്ട് മനസ്സിൽ മാത്രം സങ്കല്പിക്കാൻ കഴിയുന്ന രോഗാതുരമായ അവസ്ഥയിലാണെങ്കിലും ആ അർത്ഥത്തിൽ നിർവഹിക്കണം. എന്തിനാണ് ഈ നമസ്കാരം? ഖുർആനിൽ അള്ളാഹു പറയുന്നു, എന്നെ ഓർമ്മിക്കാനാണ്. ദൈവം പറയുന്നു, എന്നെ സ്മരിക്കാനാണ് ഈ നമസ്കാരം. എന്നാൽ അതേ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. ഇങ്ങനെ 5 നേരം നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. എന്തുകൊണ്ടാണ് നാശമെന്ന് ഖുർആൻ പറഞ്ഞത്? അവർ അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ല, അനാഥകളെ സംരക്ഷിക്കുന്നില്ല, പരസ്പരം സഹായ സഹകരണങ്ങൾ നൽകുന്നില്ല. ഇങ്ങനെ 5 നേരം ദൈവത്തെ ഓർത്തിട്ട് മാനുഷികമായ മൂല്യങ്ങളും മാനവികമായ മൂല്യങ്ങളും സഹജീവി സ്നേഹവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ആരാധന അവിടെ അർത്ഥപൂർണമായിട്ടില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. നോമ്പ് എന്ന് പറയുന്നത് സാധാരണഗതി നമ്മൾ പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നതിനപ്പുറം ഒരുപാട് മൂല്യങ്ങൾ ജീവിതത്തിൽ പകർന്നു നൽകുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഉ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തഅമഹു വശറാബഹു. ഒരു മനുഷ്യൻ മോശമായിട്ടുള്ള വാക്കും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും മാറ്റി നിർത്തുന്നില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പട്ടിണി കിടന്നിട്ട് യാതൊരു കാര്യമില്ല. അവന് കിട്ടുക ആകെ വിശപ്പും ദാഹവും മാത്രമാണ്. ഇങ്ങനെയാണ് ആരാധനാ കർമ്മങ്ങളിലൂടെ സഹജീവി സ്നേഹവും മാനവിക മൂല്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നിടത്താണ് ആ ആരാധനകൾ അർത്ഥവത്താകുന്നത് എന്നാണ് ഖുർആനും പ്രവാചകചര്യയും നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിശപ്പിൻ്റെ വേദന ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കർമ്മമാണ്, ഒരു ആരാധനയാണ് നോമ്പെന്ന് പറയുന്നത്. വിശപ്പിൻ്റെ വേദന നമുക്കറിയാം. ഇന്ന് ലോകത്ത് വളരെയധികം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ക്യാൻസർ പോലെ, കിഡ്നി രോഗങ്ങൾ പോലെ, ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ പോലെ. എന്നാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ടല്ല, യഥാർത്ഥത്തിൽ പട്ടിണി കൊണ്ടാണ്.
ഞാനിവിടെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മിനിറ്റുകളായി. ഓരോ 3.5 സെക്കൻഡിലും ലോകത്തൊരാൾ പട്ടിണി കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ഇങ്ങനെ പട്ടിണിയുടെ വേദന, വിശപ്പിൻ്റെ കാഠിന്യമൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശപ്പ് സഹിക്കുന്ന ഒരു ദരിദ്രനായിട്ടുള്ള ആൾ വന്നിട്ട് സഹായം ചോദിക്കുമ്പോൾ ഒരിക്കലും അടക്കി അഴക്കാൻ കഴിയില്ല. ഇങ്ങനെ പരസ്പരം, അതായത് നമ്മളിപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് നമ്മളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയുന്ന ഒരു കർമ്മമുണ്ട്. ഓരോ വ്യക്തിയും ഇത്ര ധാന്യം അല്ലെങ്കിൽ ഈ അളവിലുള്ള ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് നൽകണം, എന്നിട്ട് മാത്രം നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നാൽ മതി. അതായത് നോമ്പിൻ്റെ കുറവുകളും കുറ്റങ്ങളും പരിഹരിക്കാൻ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ നാട് മുഴുവൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആഘോഷങ്ങൾ പോലും സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് അന്നം നൽകിക്കൊണ്ടായിരിക്കണം എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനൊരു സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു അനുചരൻ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു സ്ത്രീയെ അറിയാം. ആ സ്ത്രീയുടെ പ്രത്യേകത, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും, പകൽ മുഴുവൻ നോമ്പ് നോക്കും. പക്ഷേ ആ സ്ത്രീക്കൊരു പോരായ്മയുണ്ട്. എന്താണെന്നറിയോ പ്രവാചകരെ? അത് അയൽവാസിയായിട്ടുള്ള തൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന കുടുംബത്തെ അങ്ങേയറ്റം ശകാരിക്കും, അവരോട് മോശമായിട്ട് പെരുമാറും. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവർ രാത്രി നമസ്കരിക്കുന്ന നമസ്കാരവും പകൽ അനുഷ്ഠിക്കുന്ന നോമ്പും അവൾക്ക് യാതൊരു പുണ്യവും നൽകുകയില്ല. കാരണം നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ ഉണ്ടായിത്തീരേണ്ടുന്ന മാനവിക മൂല്യങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തൻ്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ്, അതായത് മനസ്സ് നന്നാവുക, തഖ്വയുണ്ടാവുക എന്നാണ് നോമ്പിൻ്റെ ലക്ഷ്യമായിട്ട് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ ഫഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഫഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അതായത് നോമ്പിലൂടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത, നോമ്പിലൂടെ ഓരോ മനുഷ്യനും നേടിയെടുക്കേണ്ടത് നല്ല മനസ്സാണ് എന്നാണ് നമുക്ക് ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് വർഗീയതയില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പരസ്പരം മാറ്റി നിർത്തലുകളില്ലാത്ത നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി മാറുക എന്നതാണ് നോമ്പ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. എല്ലാവർക്കും നല്ലൊരു ഇഫ്താർ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത് ചെറിയ നോമ്പുതുറയാണ്. ചെറിയ നോമ്പുതുറയ്ക്ക് ശേഷം നമ്മൾ വലിയ നോമ്പുതുറയുണ്ട്. അതിനോടൊപ്പം പരിപാടി കണ്ടിന്യൂ ചെയ്യും. നിസ്കരിക്കേണ്ട മുസ്ലിം സഹോദരങ്ങൾ അടുത്ത കെട്ടിടത്തിൽ നിസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ എല്ലാവരും വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ.
വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്ന ശ്രീ മാർ ജോസഫ് കൊമ്പായി, തലശ്ശേരി സീറോ മലബാർ അതിരൂപത ബിഷപ്പ്, ശ്രീ ടി ഒ മോഹനൻ, ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ, രാമേന്ദ്രൻ കടന്നപ്പള്ളി MLA, KV സുമേഷ് MLA, M വിജിൽ MLA, സജീവ് ജോസഫ് MLA, PP ദിവ്യ, രാഹുൽ ആർ നായർ, S ചന്ദ്രശേഖരൻ IAS, ആശംസാ പ്രാസംഗികരായിട്ടുള്ള ബിജു എളക്കുടി, AP താഹിർ, P മുരളീധരൻ, നവാസ് മേത്തർ, രജീഷ് MR, M മൻസൂർ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ MP മുരളി ഉൾപ്പെടെയുള്ള ഇവിടെ ഉള്ളവരും വരാൻ പോകുന്നവരുമായ ബഹുമാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെയേറെ മാനസിക സൗഹൃദത്തിൻ്റെയും അതേപോലെ തന്നെ മനുഷ്യത്വപരമായ പ്രത്യേകതകളുടെയും സത്യസന്ധമായ ജീവിത പശ്ചാത്തലത്തെയും സാഹോദര്യത്തെയും സമത്വത്തെയും എല്ലാം വിളംബരം ചെയ്യുന്ന ഈ ഇഫ്താർ വിരുന്ന് മനുഷ്യ മനസ്സുകളെ ഉത്ബുദ്ധതയോടെ യോജിപ്പിക്കുന്ന ഒന്നാണെന്നാണ് നമ്മൾ കാണുന്നത്. ജാതിയും മതവും രാഷ്ട്രീയവും വ്യത്യസ്തങ്ങളായ ചേരിയിൽ നിൽക്കുന്നവർ ഉൾപ്പെടെ ഇഫ്താറിൻ്റെ ഭാഗമായി ഒന്നിക്കുന്നു. മാനവികത ഉയർത്തിപ്പിടിച്ച് മനുഷ്യ സ്നേഹത്തിലധിഷ്ഠിതമായ സാഹോദര്യത്തോടു കൂടിയുള്ള ഒരു സമൂഹത്തിൻ്റെ പരിപ്രേക്ഷ്യം പോലെ ഇഫ്താർ വിരുന്ന് നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇവിടെ പ്രമുഖരായ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നോമ്പുതുറ കഴിയുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ മുതിരാതെ കണ്ണൂർ വിഷൻ മുൻകൈയെടുത്ത് നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഈ പരിപാടി ഇഫ്താർ വിരുന്ന് നിങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ മാർ ജോസഫ് പാംബ്ലാനി, തലശ്ശേരി സീറോ മലബാർ അതിരൂപത ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇഫ്താർ വിരുന്ന് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ആദരണീയനായ പ്രജേഷ് ആച്ചാണ്ടി, യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, റംസാൻ സന്ദേശം നൽകി നമ്മെ ധന്യരാക്കിയ ഡോക്ടർ മുസഫർ മുഹമ്മദ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, കുറച്ച് പേരുടെ പേര് പറഞ്ഞേച്ചിട്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും പ്രസക്തിയുള്ളവരാണ് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ പേരുകളെല്ലാം ഈ ഒരൊറ്റ അഭിസംബോധനയിൽ ഒതുക്കുകയാണ്. ഇവിടെ നമുക്ക് റംസാൻ സന്ദേശം നൽകിയ ആദരണീയനായ ഡോക്ടർ മുസഫർ മുഹമ്മദ് നമ്മളോട് പറഞ്ഞു, റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു അർത്ഥമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ്. അതായത് നമ്മിൽ ആവശ്യമില്ലാത്തതിനെ
നമുക്ക് ദോഷകരമായതിനെ, തിന്മയായിട്ടുള്ളതിനെ വ്യക്തികളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കരിച്ചു കളയേണ്ടതിൻ്റെ ആവശ്യകതയെ ആണ്ടുവട്ടത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഇങ്ങനെ ഒരു പുണ്യമാസം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. തീർച്ചയായും ഈ ഒരു വലിയ കരിച്ചു കളയൽ ഈ മാസങ്ങളിൽ, ഈ പുണ്യമാസത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇപ്രകാരമുള്ള ഇഫ്താർ വിരുന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ലോകം പണ്ടേതത്തെക്കാളും സങ്കുചിതമായി ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് കുറെ കൂടി സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ്. ഈ റമദാൻ മാസത്തിൽ ഈ ഇഫ്താർ വിരുന്ന്, ഇഫ്താർ എന്ന് പറയുമ്പോൾ അതൊരു നോമ്പ് തുറയാണ്, അതല്ല എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കിൻ്റെ അറബിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇഫ്താർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോമ്പ് മാത്രമല്ല മുറിക്കേണ്ടത്, നമ്മൾ ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന ഇത്തരം സങ്കുചിതത്വങ്ങളെ, ആ സങ്കുചിതത്വത്തിന് കുടപിടിക്കുന്ന പല നിക്ഷിപ്ത താല്പര്യക്കാരെയും നാം ഗൗരവത്തോടെ മനസ്സിലാക്കാനും അകറ്റി നിർത്താനും സാഹോദര്യത്തിൻ്റെ വഴികൾ തുറക്കാനും നമുക്ക് ഈ കൂടിവരവിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മതസഹിഷ്ണുതയെക്കുറിച്ച് മാത്രമേ ഇന്നെല്ലാവരും സംസാരിക്കുന്നുള്ളൂ. മതങ്ങളുടെ സാഹോദര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇഫ്താർ വിരുന്ന് കണ്ണൂർ വിഷൻ സംഘടിപ്പിച്ചപ്പോൾ അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ കാണിച്ച വിശാല മനസ്കതയെ ഞാൻ ഹൃദയപൂർവ്വം നമിക്കുകയും ആദരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇസ്ലാമോഫോബിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ ഈ കാലഘട്ടത്തിൽ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. ആ വസ്തുതകളുടെ നടുവിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, ഇവിടെ സാഹോദര്യത്തിൻ്റെ സൗമ്യമായ ഭാഷകളൊക്കെയും പുനരാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു പരിതോവസ്ഥ സംജാതമായിട്ടുണ്ട്. നാം എന്ത് ഭക്ഷിക്കണമെന്ന്, എന്ത് ധരിക്കണമെന്ന് ഭരണകൂടം ആജ്ഞാപിക്കുകയും ഭരണകൂടത്തിൻ്റെ ആജ്ഞ അനുസരിക്കാത്തവർ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നത് ഈ ഭാരതം നാളിതുവരെയും കാത്തുസൂക്ഷിച്ച മതേതരമെന്ന മഹനീയ മൂല്യത്തിന് നിരക്കാത്ത സത്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ വെച്ച് പന്താടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അനാവശ്യമായി നിർമ്മിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. കേരളം കണ്ട മഹാത്മാഗാന്ധിക്ക് ശേഷം ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാത്മാവ് എന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എന്നെ സ്പർശിച്ച ഒരു രംഗമുണ്ട്. ഈ പള്ളികളിൽ നിന്ന് വാങ്ക് വിളിക്കുന്നതിനെക്കുറിച്ച് അമ്മയോട് കുഞ്ഞു കലാം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ വാങ്ക് വിളിക്കുന്നത്? അപ്പോഴമ്മ മകന് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഉത്തരമുണ്ട്, മകനെ, ദൈവവിചാരമില്ലാതെ മനുഷ്യരിങ്ങനെ നടക്കുമ്പോൾ ദൈവമുണ്ട് എന്നും ദൈവത്തെക്കുറിച്ച് വിചാരം വേണമെന്നും ലോകത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാങ്കുവിളികൾ ദേവാലയങ്ങളിൽ നിന്ന് ഉയരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതെന്തോ ഒരു സുന്ദരമായ അർത്ഥമാണ്. പക്ഷേ ഇന്ന് അത്തരം വാങ്കുവിളികളെ ശബ്ദമലിനീകരണങ്ങളായി വിലയിരുത്തിക്കൊണ്ട് അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് തലപുകയ്ക്കുന്ന ആളുകളും അതിന് പറ്റുന്ന നിയമനിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഭീതിയോടെയാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഭാരതമെന്നാൽ ഭാസിൽ രതിയുള്ളവർ എന്നാണ്, അതായത് പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരുടെ നാട് എന്നാണ് ഭാരതത്തെക്കുറിച്ച് നാം എല്ലാവരും കാണുന്ന സ്വപ്നം. ആ ഒരു സന്തോഷം, പ്രകാശത്തിലുള്ള സന്തോഷം
കുറഞ്ഞു വരണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെയും പഴി പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അറിയാതെ കടന്നുകൂടുന്ന സങ്കുചിതത്വങ്ങളെ തിരിച്ചറിയുവാനും നമ്മുടെ മനസ്സിനെ ചക്രവാളത്തോളം വിശാലതയുള്ളതാക്കാനും ഈ നാട്ടിലെ ഓരോ മനുഷ്യനും എനിക്ക് സഹോദരനാണ്, സഹോദരിയാണ് എന്ന തിരിച്ചറിവോടെ ജീവിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. താടിയും മീശയും ഒരുമിച്ച് വളർത്തിയാൽ സാത്വികനായ താപസനും മീശയില്ലാതെ താടി വളർത്തിയാൽ ഭീകരവാദിയുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു ലോകത്ത് പ്രിയപ്പെട്ടവരെ, നാം ചിന്തകൾക്ക് പുതിയ ചിറകുകൾ നൽകേണ്ട സമയമായി. നമ്മുടെ ചിന്തകളെ മലിനമാക്കാൻ ആരെയും അനുവദിക്കാതിരിക്കാൻ ഉള്ള നിർബന്ധ ബുദ്ധി ഈ പുണ്യമാസത്തിൽ നമുക്കെടുക്കാം. കാരണം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണാൻ പഠിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ പാഠങ്ങളെ ശരിയായ അർത്ഥത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നാം എങ്ങനെയാണോ ഈ കേരളം പടുത്തുയർത്തിയത്, ഈ ഭാരതം നാം എങ്ങനെയാണോ നാളിതുവരെയും പടുത്തുയർത്തിയത്, ആ ഒരു തിരിച്ചറിവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കുവാനും ഇത്തരത്തിലുള്ള പുണ്യപ്പെട്ട കൂടിവരവുകൾ നിമിത്തമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എന്ന് ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവൻ അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്രകാരമുള്ള ഒരു ദർശനപരത ഞങ്ങൾക്ക് കൈമോശം വന്നപ്പോൾ അതിൻ്റേതായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും സമാനമായ സാർവലൗകികത പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ അണികൾ എപ്പോഴെങ്കിലും ആ സത്യം മറന്നുവെങ്കിൽ അത് ലോകത്ത് വലിയ ദുഃഖങ്ങൾക്ക് നിമിത്തമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാം. മതങ്ങൾക്കുപരിയാണ് മനുഷ്യത്വമെന്നും എല്ലാ മനുഷ്യൻ്റെയും വേദന ഒന്ന് തന്നെയാണെന്നും എല്ലാവരുടെയും കണ്ണുനീരിന് ഒരേ ചൂടാണ് എന്നും എല്ലാവരുടെയും നൊമ്പരങ്ങൾക്ക് ഒരേ ആർദ്രതയാണുള്ളത് എന്നും തിരിച്ചറിയാൻ കഴിയുമ്പോൾ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കഴിയാതെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പഠിപ്പിച്ച മഹാകവിയുടെ നാട്ടിൽ നമുക്ക് ഈ നന്മയുടെ യഥാർത്ഥ വക്താക്കളാകാൻ ഈ പുണ്യമാസത്തിലെ കൂടിവരവ് ഉപകരിക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ റമദാൻ മാസത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും സ്നേഹവും സാഹോദര്യവും നേരുന്നു. നന്ദി. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥി കണ്ണൂർ മേയർ ശ്രീ ടി ഒ മോഹൻ അവർകളെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രജേഷ് അച്ചാണ്ടി, ഇവിടെ റംസാൻ സന്ദേശം നമുക്ക് നൽകിയ ഡോക്ടർ മുസഫർ അഹമ്മദ്, വേദിയിലെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ബഹുമാനായ തലശ്ശേരി സീറോ മലബാർ അതിരൂപത ആർച്ച് ബിഷപ്പ് ശ്രീ മാർ ജോസഫ് പംപ്ലാനി, ശ്രീ കെ വി സുമേഷ് MLA ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റംസാൻ സന്ദേശം നൽകിക്കൊണ്ട് ഡോക്ടർ മുസഫർ അഹമ്മദും അതിലൊക്കെ ഉപരിയായി ഏറ്റവും ഒടുവിൽ സംസാരിച്ച അഭിവന്ദ്യ പിതാവ് ശ്രീ മാർ ജോസഫ് പാംപ്ലാനി അവർകളും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയ സ്നേഹത്തിൻ്റെ സന്ദേശമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നതും. ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലത്തെക്കുറിച്ച് നമ്മളെ നന്നായി ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് ഇവിടെ നമ്മുടെ മുമ്പാകെ വരച്ചു വെച്ചത്. അതിനോട് എൻ്റെ മനസ്സുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന
ഈ സ്നേഹ കൂട്ടായ്മയിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. ചെയ്തു വേണ്ടി ശ്രീ കെ വി സുമേഷ് MLA ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ബഹുമാന്യനായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി പിതാവ്, ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ്റെ മേയർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, കണ്ണൂർ വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ സംഗമമാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞ പോലെ സയൻസും ടെക്നോളജിയും സമൂഹത്തിലൊക്കെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മനുഷ്യ മനസ്സിൽ വലിയ ചുരുക്കം സംഭവിക്കുന്ന ഒരു വിരോധാഭാസം നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് കരുതിയത് കുറേയധികം കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ ഈ വിദ്വേഷങ്ങളില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ്. പക്ഷെ പിതാവ് പറഞ്ഞതാണ് ഇവിടുത്തെ വസ്തുത. വിദ്വേഷങ്ങൾ കൂടി വരുന്ന ഒരു അപകടകരമായ സാഹചര്യം ചുറ്റുപാടും ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ അതിനെ മറികടക്കാൻ അതല്ല പ്രധാനം, നമ്മൾ കൂടിയിരിക്കലും വർത്തമാനം പറയലും സൗഹൃദം പങ്കിടലും വിശാലമായ ഒരു മാനവ സൗഹൃദ ജീവിത അന്തരീക്ഷം വ്യക്തികൾ എന്ന നിലയിൽ നമുക്കിടയിൽ ഉണ്ടാവണം. വിയോജിപ്പുകൾ ഉണ്ടാവും, ഒരു കുടുംബത്തിലുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ട്, മതപരമായ വിശ്വാസങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ അവിടെയെല്ലാം യോജിപ്പിൻ്റെ തലം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മാറുക. ആ വിശാലമായ സൗഹൃദത്തിന് സഹായകരമാവുന്നതാണ് ഇത്തരം ഇഫ്താർ സംഗമങ്ങളെന്ന് കരുതിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത കണ്ണൂർ വിഷനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബിജു ഏളക്കുഴിയെ ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ പ്രജേഷ് അച്ചാണ്ടി, ഉദ്ഘാടനം നിർവഹിച്ച MB ഗോവിന്ദൻ മാസ്റ്റർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി, റംസാൻ സന്ദേശം നൽകിയിട്ടുള്ള ഡോക്ടർ മുസഫർ മുഹമ്മദ്, അതുപോലെ തന്നെ തലശ്ശേരി സീറോ മലബാർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി അടുത്ത ദിവസം സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ള ശ്രീ മാർ ജോസഫ് പാംബ്ലാനി, ബഹുമാനായ മേയർ TO മോഹനൻ, ബഹുമാനായ MLA ശ്രീ KV സുമേഷ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. നന്മയാർന്ന സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ആശയവുമായാലും ഏത് മതമായാലും മുന്നോട്ടേക്ക് വയ്ക്കുന്ന സന്ദേശം. നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മതങ്ങളുടെ അമ്മയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അങ്ങനെയുള്ള ഈ ഭാരതത്തിലേക്ക് എല്ലാ സംസ്കാരത്തെയും കൊണ്ടുവന്ന് ഇവിടെ വളർത്താനും ഇവിടെ പരിപോഷിപ്പിക്കുന്നതിനും ഒരു സംസ്കാരത്തിൻ്റെ ധാരയാണ് ഇതിന് ആധാരമായിട്ടുള്ളത്, അടിസ്ഥാന ശിലയായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ളൊരു സംസ്കാരം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം തന്നെ ഈ തരത്തിൽ ഏകോദര സഹോദരന്മാരായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഭരണകൂടങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളെയും കടന്നു വരാതെ രീതിയിലുള്ള ജീവിതക്രമമാണ് ഒരുക്കേണ്ടതായിട്ടുള്ളത്. ആ ജീവിതക്രമത്തിന് ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും എല്ലാം ഏതൊരു മതത്തിൻ്റെ ആശയം എടുത്തു നോക്കുന്ന സമയത്തും ആ മതത്തിൽ വിശ്വസിക്കുന്ന വിഭാഗത്തെ നന്മയായിട്ടുള്ള ഒരു സമൂഹരചനയ്ക്കുള്ള
ഒരു ഉപായമായിട്ടാണ് അതിലെ എല്ലാ ആശയവും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അത്തരത്തിൽ നന്മയാർന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം. ജയ് ഭാരത്. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കടമ്പൂർ ഹൈസ്കൂളിലെ HM ശ്രീ സുധാകരൻ മാഷെ ക്ഷണിക്കുന്നു. ിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരും പ്രിയങ്കരുമായ വ്യക്തിത്വങ്ങളെ, നമ്മുടെ സമാധാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാസമായ റമദാൻ മാസം, ഈ ഒരു മാസത്തിൽ ഈ ഒരു ദിനം ഇഫ്താർ വിരുന്നിനു വേണ്ടി തീരുമാനിക്കാൻ ആദ്യം തന്നെ ആശയം മുന്നോട്ട് വെച്ച കണ്ണൂർ വിഷന് അഭിനന്ദനം അറിയിക്കുന്നു. ഒരു വിദ്യാലയം എന്ന നിലയിൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏകദേശം 8000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ കുട്ടികളിലേക്ക് നമ്മുടെ അധ്യാപകർ എന്നും തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ സംസാരിച്ചവരൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുകയുണ്ടായി. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിന് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ലീഗ് ജില്ലാ സെക്രട്ടറി ശ്രീ KP താഹിറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സമാദരണീയനായ മേയർ അടക്കമുള്ള വേദിയിലുള്ള നേതാക്കളെ, കണ്ണൂർ വിഷൻ ഈ സായാഹ്നത്തിൽ ഇങ്ങനൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിലേറെ ഒരു വിശ്വാസി എന്ന നിലയ്ക്കിലേറെ സന്തോഷമുളകാക്കുന്നൊരു ദിനമാണ്, നിമിഷമാണ്. പുതിയ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സംഘർഷമായി സൃഷ്ടിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മതം സംഘർഷത്തിനല്ല, സമാധാനത്തിനാണ്, സൗഹാർദ്ദത്തിനാണ് എന്ന സന്ദേശമാണ് കണ്ണൂർ വിഷൻ ഇഫ്താർ വിരുന്നിൽ കൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരിലെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു വിഷ്വലാണ് കണ്ണൂർ വിഷൻ. ഈ സായാഹ്നത്തിൽ ഇത്തരം നല്ല പരിപാടികൾ സംഘടിപ്പിച്ച കണ്ണൂർ വിഷൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ അഭിനന്ദിക്കുന്നു. നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി K3യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജീവൻ അളിയാവൂരിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ പ്രജീഷ്, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള സമാരാധ്യനായ കണ്ണൂരിൻ്റെ മേയറടക്കമുള്ള നേതാക്കന്മാരെ, ഈ സംഗമത്തെ സംബന്ധിക്കുന്ന ഏറ്റവും ബഹുമാനായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിനൊന്നും ഈ വേദിയിൽ മുതിരുന്നില്ല. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് കഴിഞ്ഞ 27 ദിനരാത്രങ്ങൾ നോമ്പ് എന്ന് പറയുന്ന പുണ്യമായ മുഹൂർത്ത സാക്ഷ്യം വഹിച്ച കുടുംബത്തോടൊപ്പം സഹോദരന്മാരോടൊപ്പം ഇത്തരമൊരു വേദിയിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിച്ചതുപോലെ നമ്മുടെ നാടിനകത്ത്, നമ്മുടെ സമൂഹത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും
പുതിയ ഒരു അന്തരീക്ഷം, പുതിയ ഒരു രാവുകൾ ഉണ്ടാക്കുവാൻ ഈ പുണ്യമാസത്തിലെ ഇത്തരം കൂടിച്ചേരലിലൂടെ നമുക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തുവാൻ ഉള്ള ഒരു തീരുമാനമായി, ഒരു പ്രക്രിയയായി ഇത്തരം ചടങ്ങുകൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രൗഢോജ്വലമായ ചടങ്ങ് സംഘടിപ്പിച്ച കണ്ണൂർ വിഷൻ്റെ സാരഥികളെ കേരള അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ്റെ പേരിലുള്ള അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് ശ്രീ നവാസ് മേത്തറിനെ ക്ഷണിക്കുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രജേഷ് ആച്ചാണ്ടി, ഉദ്ഘാടകൻ ഗോവിന്ദൻ മാസ്റ്റർ, തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ ടി ഒ മോഹനൻ, ബിജു ഏളക്കുഴി, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ, അതുപോലെ സുകന്യ ടീച്ചർ എത്തിയിട്ടുണ്ട്, അതുപോലെ മുസാഫർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നമുക്ക് ഈ വേദിയിലുള്ള അതേ പ്രാധാന്യം തന്നെ സദസ്സിലുണ്ട്. അതാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. എങ്ങോട്ട് നോക്കുമ്പോഴും വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖരാണ് ഈ സദസ്സിലുള്ളത്. സൈഡ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും, നമ്മുടെ സുനിത നാരായണൻ ഒരു ഭാഗത്തിരിക്കുന്നു, ജയപാലൻ മാഷിരിക്കുന്നു, അങ്ങോട്ട് നോക്കിയാൽ മുഴുവൻ നമ്മുടെ മുൻ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡർ BP ശശീന്ദ്രൻ ഇരിക്കുന്നു, അതുപോലെ മാധ്യമപ്രവർത്തകർ കെ ബാലകൃഷ്ണൻ ഉൾപ്പെടെ കണ്ണൂരിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരെല്ലാം, നൗഫൽ, ഏഷ്യാനെറ്റ് നൗഫൽ ഉൾപ്പെടെ എല്ലാവരും പല സൈഡിലും, എല്ലാവരും പ്രഗത്ഭരാണ് ഈ സദസ്സിൽ. കണ്ണൂർ വിഷൻ എന്തായാലും ഈ ഇത്തരമൊരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതുകൊണ്ട് ആഹ്ലാദത്തോടെയാണ് കാണുന്നത്. നേരത്തെ ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ പിതാവും മുസാഫർ മുഹമ്മദും ഒക്കെ സംസാരിച്ചപ്പോൾ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ ഈ തിന്മകളെല്ലാം കരിച്ച് കളയുന്ന ഈ റമദാൻ മാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ മാസം 30 വളരെ കൃത്യമായിട്ട് തിന്മകളൊക്കെ കരിച്ച് കളയും. പക്ഷേ അടുത്ത മാസം 1-ാം തീയതി മുതൽ ആളുകൾ പഴയതുപോലെ വീണ്ടും ആകുന്ന ഒരു കാലമാണ്. നമ്മളത് കണ്ടത് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും. അപ്പോഴൊക്കെ നമുക്ക് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ. പ്രളയം വന്നപ്പോൾ എല്ലാ പള്ളികളിലും മനുഷ്യർ പോയി താമസിക്കുന്നു, അമ്പലങ്ങളിൽ താമസിക്കുന്നു, ഭയങ്കര സ്നേഹം, ഭയങ്കര സൗഹാർദ്ദം. അന്നേരം മതങ്ങളും ദൈവങ്ങളൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല. പ്രളയം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സാധനം മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ കോവിഡ് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ആളാകെ പേടിച്ച് വരണ്ട് വീട്ടിനുള്ളിൽ കഴിയുന്ന ഒരു കാലഘട്ടമായി. ആ കാലത്തും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഗ്രൂപ്പിലും ഈ മതചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. കോവിഡ് കാലത്ത് എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഒരു ആംബുലൻസ് കിട്ടും. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മേയറൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എത്ര കോളുകളാണ് വന്നിട്ടുണ്ടാകുക. അന്നേരം ഒരു മതവും ജാതിയും നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ല. സുഖനേച്ചി എല്ലാവരും നമുക്കൊക്കെ ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രിയിൽ ഈ വരുന്നവൻ്റെ മതം നോക്കാനോ ജാതി നോക്കാൻ. ഭക്ഷണം കൊണ്ടുവന്നൊരു ആരെങ്കിലും ജാതി മതം നോക്കിയോ? ആർക്കെങ്കിലും അയിത്തം ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലോസറ്റിൽ 1 രൂപയുടെ നാണയം വീണാൽ ചിലപ്പോൾ അത് അയിത്തമായിരിക്കും. ആ സമയം 1 പവൻ്റെ കോയിൻ വീണാലോ അവൻ കൈയിട്ടത് എടുക്കും. 1 ഉറുപ്പ്യാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും. അതാണ് നമ്മുടെ ഒരു അയിത്തവും നമ്മുടെ മനസ്സിലുള്ള. EP ജയരാട്ടൻ വരുന്നുണ്ട്. അപ്പോൾ EP ജയരാട്ടനും അതുപോലെ ദിവ്യയും സുകന്യച്ചയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രസംഗം എന്തായാലും ഞാൻ ഒത്തിരി നീട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം അങ്ങ് മാറും. നമ്മൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും. അപ്പോൾ പ്രളയം കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്തായി? വീണ്ടും മതവും മതചിന്തകളും മനുഷ്യനെ നന്നായി അങ്ങ് സ്വാധീനിക്കാൻ തുടങ്ങി. ഇത്രയും മാത്രം നമ്മൾ ചിന്തിച്ച ഈ മതങ്ങളൊക്കെ വന്നത് മനുഷ്യൻ ഉണ്ടായതിനു ശേഷം മാത്രമാണ്. ആദ്യം വന്നത് മനുഷ്യർ തന്നെയാണ്. ഈ മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുന്നതിന് മതം ഒരു തടസ്സമായി മാറുന്നു. എല്ലാ മതങ്ങളും നന്മയും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പറയാം. പക്ഷേ പ്രാബല്യത്തിൽ വരുമ്പോൾ മനുഷ്യർ തമ്മിൽ വെറുക്കുന്നതിന് ഒരു കാരണമായി ഇന്ന് മതങ്ങൾ മാറുന്നു. എന്തായാലും നല്ല ഒരു കേട്ടെ ചില ചേട്ടാ അതിലെടുത്തു പാട്ടിലും അതുപോലെ പ്രവൃത്തിയിലുമൊക്കെ നേരത്തെ പിതാവ് പറഞ്ഞില്ലേ, സിനിമ കാണുന്നതിന് സിനിമ
സിനിമക്ക് പോലും മതം വന്നിരിക്കുന്നു. പണ്ട് സിനിമക്ക് മതം ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ട് കലാകാരന്മാർ കോമഡികൾ അവതരിപ്പിക്കുമ്പം മതത്തെ ശരിക്ക് ഇട്ട് കശിക്കൊണ്ടാണ് കോമഡികളൊക്കെ അവതരിപ്പിക്കും. ഇപ്പോൾ ഒരു സിനിമ വന്നു, മമ്മൂട്ടിയുടെ അല്ല ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിക്കുന്ന ഒരു സിനിമയില്ലേ, ആ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂവിൽ വരെ മതം കടന്നു വന്നു. ആ സിനിമയുടെ റിവ്യൂവിൽ മതം കടന്നു വന്നു. അതൊരു ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അവരൊരു മുസ്ലിം എത്തുന്നു. അതിനെക്കുറിച്ച് കണ്ട ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതിനകത്ത് പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് അത് ആഘോഷിക്കുന്നുണ്ട്. ആ സിനിമയിൽ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് ദിവ്യയുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ അത് വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന് ഞാൻ കണ്ടിരുന്നു, ദിവ്യ നടുക്ക് പോയിരിക്കുന്നത് അല്ലേ, ചാമ്പിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും അത് നന്നായിട്ട് ആസ്വദിക്കും. പക്ഷേ ആ സിനിമയെപ്പോലും മതചിന്തയിൽ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇതിനെയെല്ലാം നമ്മൾ അതിജീവിച്ചില്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മതത്തെ നമ്മൾ അടിവസ്ത്രം പോലെ സ്വകാര്യമായി കാണുകയും അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയും മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാനുള്ള ഒരു മാനസിക നില ഉണ്ടാവുകയും ചെയ്യണം. അത് കൃത്യമായിട്ട് പാടുമ്പോൾ തന്നെ പാടുന്നില്ല. ഈ ഒരു പാട്ടുണ്ടല്ലോ, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ കിട്ടുന്നത് കണ്ടോളീൻ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടും ആളുകൾ. പക്ഷെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നല്ല മനുഷ്യരായി നല്ല സ്നേഹത്തോടെ ജീവിച്ച് മുന്നേറാൻ ഈ ഇഫ്താർ നമുക്ക് അനുഗ്രഹമാകട്ടെ. അതിനുള്ള സന്ദേശം നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് നടപ്പിലാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ വീണ്ടും കോവിഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്തായി, വീണ്ടും ഇപ്പോൾ പ്രാബല്യത്തിൽ വരുമ്പോൾ മനുഷ്യർ തമ്മിൽ വെറുക്കുന്നതിന് ഒരു കാരണമായി ഇന്ന് മതങ്ങൾ മാറുന്നു. എന്തായാലും നല്ല പറയുകട്ടെ ചില ഇതിലേട്ടാ അതിനടുത്ത് പാട്ടിലും അതുപോലെ പ്രവൃത്തിയിലും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിന് ബഹുമാനപ്പെട്ട മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും LDF കൺവീനർ കൂടിയായ ശ്രീ EP ജയരാജൻ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരന്മാരെ, ഇവിടെ കണ്ണൂർ വിഷൻ ഒരുക്കിയിട്ടുള്ള ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കണ്ണൂർ വിഷനോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ളൊരു സാഹോദര്യം, ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടിന് അനിവാര്യമായൊരു കാലഘട്ടമാണിത്. മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ മനുഷ്യരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾക്കും വേദനകൾക്കും പരിഹാരമുണ്ടാക്കാനാണ് മതങ്ങൾ ഉയർന്നു വന്നത്. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയാണ്. ആ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവദിച്ച് ജീവിച്ചു പോരുന്നൊരു സംസ്കാരം മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ലോകത്തിൽ ഒട്ടനവധി മതങ്ങളുണ്ട്. ലോകത്തിൽ എല്ലാ മതങ്ങളും ഉള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ. ജാതീയത ഇന്ത്യൻ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ്. ഇന്ത്യൻ സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ വ്യത്യസ്ത മത, ജാതി, ഭാഷ, വികാരങ്ങളിൽ നിലനിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ളതാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മുടെ സംസ്കാരമാണ് നാം കാത്തു സൂക്ഷിക്കേണ്ടത്. വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുക, അവരവർ വിശ്വസിക്കുന്ന മതത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിക്കുമ്പോൾ തന്നെ
പരസ്പര സാഹോദര്യം, പരസ്പര സ്നേഹബന്ധങ്ങൾ, അത്തരമൊരു സംസ്കാരത്തിൻ്റെ വിശിഷ്ട ഭൂമിയാണ് നമ്മുടെ കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പൊതുവെ കേരളത്തിൽ മതസ്പർദ്ധയും ജാതിസ്പർദ്ധയും കുറഞ്ഞ നാടാണ്. പക്ഷെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ ജനങ്ങൾക്ക് ഉത്കണ്ഠയും ഭയവുമാണ്. അതുകൊണ്ട് ഇഫ്താർ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ആചാരമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു പുണ്യമാസമാണ്, വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യരുടെ നന്മയെ ലക്ഷ്യമാക്കിയിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസമാണിത്. ഈ പുണ്യമാസത്തിൽ മറ്റെല്ലാ ചിന്തകളും കൈവെടിഞ്ഞ് മനുഷ്യ മനസ്സുകളെല്ലാം ഏകോപിപ്പിക്കുക, അതിൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ മനസ്സിനെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പുണ്യമാസം വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസം കണക്കാക്കുന്നത്. ഈ പുണ്യമാസം വ്രതാനുഷ്ഠാനത്തിൻ്റെ മാസത്തിൽ വ്രതമെടുത്ത് സൂര്യാസ്തമനത്തോടു കൂടി ആ വ്രതം അന്നത്തേത് അവസാനിച്ച് എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഒരു ചടങ്ങാണ് ഇഫ്താർ. ഈ ഇഫ്താർ പാർട്ടി നമ്മുടെ സാഹോദര്യത്തിൻ്റെ ഒരു നല്ല ലക്ഷണമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ഈ ആശയം മനസ്സിലാക്കി, ഈ സാഹോദര്യത്തിൻ്റെ കർമ്മപഥത്തിലേക്ക് കടന്നു വരാൻ എല്ലാ മനസ്സുകൾക്കും സാധിക്കണം. ഇന്ന് ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ സമൂഹം. ഇപ്പം നമ്മളൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന അവസരത്തിൽ മാസ്ക് പലരും ധരിച്ചതായി കാണുന്നില്ല, ഉപേക്ഷിച്ച മട്ടിലാണ്. പക്ഷേ പ്രശ്നം ഈ ഒരു മഹാമാരിയുടെ വൈറസ് നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാസ്ക് ധരിക്കുകയും ശുദ്ധി വരുത്തുകയും അതുപോലെ തന്നെ ശാരീരിക അകലമെല്ലാം പാലിച്ചുകൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാനുള്ള കർമ്മ പരിപാടികളിലേക്ക് കടന്നു വരണം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നാം എല്ലാം അത്തരമൊരു നിലപാട് സ്വീകരിച്ച് പ്രതിരോധിച്ച് നമ്മുടെ നാടിനെ രക്ഷിച്ചവരാണ്. ഇപ്പോൾ ചില അന്തരീക്ഷത്തിൽ ഈ വൈറസിൻ്റെ ദുർലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, ആരോഗ്യ വകുപ്പ് എല്ലാവരോടും മാസ്ക് ധരിച്ച് ഇതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്കിനിയും കഴിയണമെന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ ഇഫ്താർ സംഗമത്തിൽ മനുഷ്യ സാഹോദര്യത്തിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അതിലൂടെ മനുഷ്യർക്കിടയിൽ പരസ്പര സാഹോദര്യം വളർത്തിയെടുക്കാൻ മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും പേരിൽ പരസ്പരം കടിച്ചു കീറി ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ പൊതു വളർച്ചയെ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. അതുകൊണ്ട് മാനസിക ഐക്യമാണ് നമ്മുടെ അഭിവൃദ്ധിയുടെ മൂർത്തീകരണം. ആ മാനസിക ഐക്യം കാത്തുസൂക്ഷിക്കാനുള്ള ഈ മഹത്തായ പുണ്യമാസത്തിലെ ഇഫ്താർ പാർട്ടി നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള നടപടികളും സ്വീകരിക്കാനുള്ള ഒരു രംഗമായി തീരട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നിച്ച് സമ്മേളിക്കുകയും ആശയങ്ങൾ പങ്കിടുകയും ഒന്നിച്ച് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊരു സാഹോദര്യം വളർന്നു വരുന്നുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയതും ഈ സാഹോദര്യത്തിൻ്റെ എല്ലാ വക്താക്കളും ഉണ്ടോ എന്നാണ്.
തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. മനുഷ്യൻ്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം. മതം മനുഷ്യൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മൗലിക അവകാശമാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. പക്ഷെ ജാതീയത അങ്ങനെയല്ല. അത് മനുഷ്യന് തന്നെ മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്ന് മതമുണ്ടാകാനുള്ള സാഹചര്യം എപ്പോഴുണ്ടായോ ആ സാഹചര്യം, ഭൗതിക സാഹചര്യം നിലനിൽക്കുന്നത് വരെ മതം നിലനിൽക്കും. ആ മതത്തിൻ്റെ വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും എത്രയോ കാലം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി നിലനിൽക്കുന്ന ഒരു സംസ്കാരം, ഒരു ജീവിതക്രമം എന്നുള്ള നിലയിൽ എല്ലാവരുടെയും സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയാണ്. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതയും പ്രസക്തിയും സവിശേഷതയുമുണ്ട്. ഒരു മതവും അവഗണിക്കപ്പെടേണ്ടതല്ല, ഒരു മതവും നിഷേധിക്കപ്പെടേണ്ടതല്ല. എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയാണ്. എല്ലാ പ്രവാചകന്മാരും എല്ലാ ഋഷിവര്യന്മാരും കൽപ്പിച്ചിട്ടുള്ളതും മനുഷ്യൻ്റെ നന്മയാണ്. ആ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒത്തുചേരുകയാണ് ഈ പുണ്യദിനത്തിൽ. ഒന്നുകൂടി ഈ പുണ്യദിനത്തിൽ സമ്മേളിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഈ പുണ്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഇഫ്താർ പാർട്ടിയിലൂടെ നമ്മുടെ സാഹോദര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ ചെറിയൊരളവെങ്കിലും സാധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്, നബിദിനം പെരുന്നാൾ ഏതാണ്ട് മെയ് മാസം 2-ാം തീയതിയാവും. വിഷു ആഘോഷിച്ചവരാണ്. ഒരു പുതുവസന്തം, ഒരു പുതിയ ഉത്സവം, ഒരു പുതിയ ഉന്മേഷം ജനങ്ങൾക്ക് നൽകുന്ന ഉത്സവമാണ് വിഷു. അതുപോലെ തന്നെ ക്രിസ്തുമസ്, പെരുന്നാൾ, ഇതെല്ലാം എല്ലാവരും കൂടി ആഘോഷിച്ച സംസ്കാരമാണ് കേരളത്തിൻ്റേത്, ഇന്ത്യയുടേത്. ആ സംസ്കാരത്തെ, മതനിരപേക്ഷതയെ തൊട്ട് കളിക്കാൻ മനുഷ്യ സമൂഹം ആരെയും അനുവദിക്കരുത്. ആ സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്നുകൂടി ഒരിക്കൽ കൂടി എല്ലാവരോടും വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ട് ഒന്നുകൂടി എല്ലാവർക്കും ഈ പുണ്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ദിവ്യ അവരെ ക്ഷണിക്കുന്നു. വേദിയിൽ നമ്മുടെ ഈ ചടങ്ങിനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ജയരാജേട്ടൻ, ബഹുമാന്യനായ നമ്മുടെ മേയർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കണ്ണൂർ വിഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഇഫ്താർ വിരുന്ന്, ഈ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഈ മാസം ഒരു പുണ്യമാസമാണ്. എന്തൊക്കെ നന്മ ഒരു മനുഷ്യനൊരു സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുമോ ആ നന്മകളെല്ലാം ചെയ്യാൻ വേണ്ടിയും ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ട് ഇസ്ലാമാവണം എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോൻപും അതിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഇഫ്താർ വിരുന്ന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് സമൂഹത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഇങ്ങനെയൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച കണ്ണൂർ വിഷനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി സുകന്യ ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയമുള്ളവരെ, വളരെ വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, ത്യാഗസ്മരണകളിലൂടെയാണ് തീർച്ചയായും റംസാൻ മാസം കടന്നു പോകുന്നത്. നമ്മളൊന്ന് വേണ്ട എന്ന് വെക്കുമ്പോൾ, ത്യജിക്കുമ്പോൾ തീർച്ചയായും ആ ത്യജിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ സ്വയം നവീകരിക്കുക എന്ന സന്ദേശമാണ് അതിലൂടെ ഉയരുന്നത്. കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്
ആ കഷ്ടപ്പാടുകൾ പരിഹരിക്കുന്നതിൽ പങ്കാളിയാവുക എന്നുള്ളത് ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും മഹത്തായ കാഴ്ചപ്പാടുകളിലൊന്നാണ്. അത്തരം ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതവിഭാഗത്തിലുമുള്ളവരെ, വ്യത്യസ്ത ചിന്താഗതിയുള്ളവരെ, വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇത്തരം ഇഫ്താർ വിരുന്നുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് മതേതരത്വം, മതസൗഹാർദ്ദമെല്ലാം വലിയ രൂപത്തിൽ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ വസ്തുതകൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, വലിയ രൂപത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് നമ്മൾ പോലും അറിയാതെ മതപരമായ വേർതിരിവുകളും മതവിദ്വേഷവും, അന്യ മതവിദ്വേഷവും വളരെ ആസൂത്രിതമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളം അവിടെയെല്ലാം ഇന്ത്യക്കാകെ മാതൃകയായി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സമൂഹത്തെ ഇന്നും നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലെ എല്ലാ നല്ല മതവിശ്വാസികളായിട്ടുള്ള, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയിലൂടെയാണ്. തീർച്ചയായും ആ മതേതരത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അത്തരമൊരു അന്തരീക്ഷത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഈ ഇഫ്താർ വിരുന്ന് ഏറ്റവും സഹായകമായ ഒന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത കണ്ണൂർ വിഷൻ്റെ പ്രവർത്തകരെ, അതിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിക്കാൻ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വരാൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ആശംസകൾ. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ മെട്രോ ദിനപത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ MP മുരളിയെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ പ്രദേശ ചാണ്ടി, വേദിയിലുള്ള ശ്രീ EP അടക്കമുള്ള ഏറ്റവും ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സായാഹ്നത്തിൽ നമുക്കൊക്കെ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഇഫ്താർ വിരുന്ന് ആരംഭിച്ചതു മുതൽ ഏറ്റവും അവസാനമായി സുകന്യ ടീച്ചർ സംസാരിച്ചതുവരെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമുക്കൊക്കെ കാണിച്ചു തന്ന പാത മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പാത, ഒറ്റക്കെട്ടായി ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കൊക്കെ സർവേശ്വരൻ ശക്തി പകരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. 2 നാൾ കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ദിനങ്ങൾ അവസാനിക്കുകയാണ്. ഒരു മാസക്കാലമായി നോമ്പെടുത്ത് ആത്മസംസ്കരണം നടത്തിയ മുസ്ലിം സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിൽ ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ മത മേലധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ കണ്ണൂർ മെട്രോ സായാഹ്ന ദിനപത്രത്തിൻ്റെ പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് K. മനോജ്, ജനതാൾ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന ഈ റംസാൻ കാലത്ത് അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഈ കണ്ണൂരിൻ്റെ ഈ പൗരാവലിയിൽ കണ്ണൂർ വിഷൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഈ വൈകിയ വേളയിൽ ഒരുപാട് പേർ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ നല്ല മനസ്സ് കാണിച്ച കണ്ണൂർ വിഷനും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും എല്ലാവിധ അനുമോദനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഇഫ്താർ വിരുന്നിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി കണ്ണൂർ വിഷൻ്റെ ഡയറക്ടർ ശ്രീ സണ്ണി സെബാസ്റ്റ്യനെ ക്ഷണിക്കുന്നു.
ഈ ഇഫ്താർ വിരുന്നിൻ്റെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കണ്ണൂർ വിഷൻ്റെ MD ബ്രിജേഷ് അച്ചാണ്ടി, അതുപോലെ തന്നെ ഈ ഇഫ്താർ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, എക്സൈസ് മന്ത്രി ശ്രീ കെ ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം ഉൾപ്പെടെ നമ്മുടെ ഈ കണ്ണൂർ വിഷൻ്റെ ഇത്തരൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ കണ്ണൂർ വിഷൻ കണ്ണൂർ ജില്ലയിൽ കേരള മനസ്സിൽ കണ്ണൂർ ജില്ലയുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എത്രയോ മനസ്സിൽ വേരോടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീകം തന്നെയാണിത് കാണിക്കുന്നത്. ഇവിടെ പങ്കുവച്ച എല്ലാ സന്ദേശങ്ങളും സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും തിന്മകളെ കരിച്ചു തളയാൻ വേണ്ടിയിട്ട് തന്നെ കൊടുക്കുന്ന ആദ്യത്തെ ആഹ്വാനവും എല്ലാം നമ്മൾ ആ അർത്ഥത്തിനെ ഉൾക്കൊള്ളുമ്പോൾ കണ്ണൂർ വിഷൻ ശ്രമിക്കുന്നത് കണ്ണൂർ വിഷനിലൊരു അന്തരമില്ലാതെ പാവങ്ങളെന്നോ വലിയവനെന്നോ പട്ടണമെന്നോ ഗ്രാമങ്ങളെന്നോ ഇല്ലാതെ അത് ജനമനസ്സിൽ തന്നെ ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനുള്ള പ്രവൃത്തികളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൂടെയൊക്കെ തന്നെ പല വേദികളായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലായി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര ഒരു സന്ദർഭം ഒരുക്കാനുള്ള സാഹചര്യം ഒരുക്കിയ കണ്ണൂർ വിഷനും ഒപ്പം അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്കൂളുകളെ ഒരു ജയൻ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ കടമ്പൂർ ഹൈസ്കൂള് അതിൻ്റെ സംഘടിപ്പിച്ച 2 പങ്കാളിത്തം കൊടുത്തുകൂടിയ 2 പേരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ ഇഫ്താർ സംഗമത്തിൻ്റെ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ശ്രീ വിജയകൃഷ്ണൻ, കണ്ണൂർ വിഷൻ MDയും COAയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. അദ്ദേഹത്തിന് ഔപചാരികമായിട്ട് ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അദ്ദേഹം സ്വാഗതമാണ് ആശംസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധ്യക്ഷം വഹിച്ചിട്ടുള്ളത് കണ്ണൂർ വിഷൻ MDയും COAയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശ്രീ ബ്രിജേഷ് അച്ചാണ്ടിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തെ ഞാൻ ഈ ഇഫ്താർ സംഗമത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിലെ ഏറ്റവും മുഖ്യമായ സന്ദേശം തന്നിട്ടുള്ള നമ്മുടെ ഡോക്ടർ മുസഫർ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ സന്ദേശം തന്നെയാണ് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ സദസ്സിന് വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി നമ്മളെത്തിയിട്ടുള്ള തലശ്ശേരി അതിരൂപതയുടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ള മെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനെയും അദ്ദേഹത്തെയും നന്ദിപൂർവ്വം ഈ വേദിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഒപ്പം നമ്മളിവിടെ പങ്കെടുത്തിട്ടുള്ള മറ്റ് ഒത്തിരി വ്യക്തികൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് പറയുന്ന ശ്രീ മേത്തർ പറഞ്ഞ പോലെ തന്നെ വേദിയിൽ ഇരിക്കുന്നതിനെ കൂടുതൽ തന്നെ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് സദസ്സിലുള്ളവരും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുത്തിട്ടുള്ള സന്ദേശം തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട EP ജയരാജൻ, മുൻ വ്യവസായ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം കണ്ണൂർ വിഷന് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം ഈ വേദിയിൽ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MLA ശ്രീ KV സുമേഷ് MLA, അദ്ദേഹത്തെ ഞാൻ കണ്ണൂർ വിഷന് വേണ്ടി ഈ ഇഫ്താർ സംഗമത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ കണ്ണൂർ മേയർ ശ്രീ PO മോഹനൻ അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ ഇഫ്താർ സംഗമത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപാഠിയായിട്ട് തന്നെ കൂടുതലുള്ള എന്ത് കാര്യത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP ദിവ്യ, അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമുക്ക് സുകന്യ ടീച്ചറെ കൂടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. വളരെ ഒത്തിരി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന ശ്രീ സുകന്യ ടീച്ചർ, അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റ് പങ്കെടുത്തിട്ടുള്ള ശ്രീ K മനോജ്, ജനതാദളിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ മാർട്ടിൻ ജോർജ് DCC പ്രസിഡന്റ്, ശ്രീ ബിജു എളക്കുഴി BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ശ്രീ KP താഹിർ ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ശ്രീ സുധാകരൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധ്യാപകൻ, രാജീവൻ ഇളയാവൂർ K3 സംസ്ഥാന കമ്പനിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന ശ്രീ രാജീവൻ ഇളയാവൂർ, ശ്രീ നവാസ് മേത്തൻ, പ്രസിഡന്റ് തലശ്ശേരി പ്രസ് ഫോറം, ശ്രീ MP മുരളി, മെട്രോ ദിനപത്രി മെട്രോയുടെ MD ആയിട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ ഇതിൽ പേരെടുത്ത് പറയാത്തവരുമായിട്ടുള്ള കുറേ ആൾക്കാർ, വിശിഷ്ടാതിഥികൾ നമ്മുടെ സ്റ്റേജിൽ തന്നെ ഇവിടെ ഉണ്ട്. അവർ സമയക്കുറവുകൊണ്ട് ഇതിനകത്ത് സംസാരിക്കേണ്ടെന്ന് തീരുമാനമെടുത്തിട്ടുള്ളവർ തന്നെയാണ്.
അത്തരം ഇവരെല്ലാവരോടും തന്നെ ഏറെ നന്ദിയോടുകൂടി ബഹുമാനത്തോടു കൂടിയിട്ട് ഇവരോട് എല്ലാവരും നന്ദി പറയുകയാണ്. ഒപ്പം നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വേദിയിലിരിക്കുന്നവരെക്കാൾ പ്രാധാന്യമുള്ളവരും ഒപ്പം തന്നെ പ്രാധാന്യമുള്ളവരുമായിട്ടുള്ള നമ്മുടെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കേരള വിഷൻ്റെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കേബിൾ ഓപ്പറേറ്റർ പ്രവർത്തകർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ഭാരവാഹിത്വങ്ങൾ, സഹപ്രവർത്തകർ, വിവിധ നമ്മുടെ ക്ലയൻറ്റുകളായിട്ട് വന്നിരിക്കുന്ന വളരെ വിശിഷ്ട വ്യക്തികളെ, ഇവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഇഫ്താർ സംഗമത്തിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. ഒപ്പം നമുക്ക് ഈ വേദി നമുക്ക് അനുവദിച്ച നയനാർ അക്കാദമിയുടെ വേദി അനുവദിച്ച് പ്രൗഢഗംഭീരമായ വേദി അനുവദിച്ച എൻ്റെ മാനേജ്മെൻറ്റിനോടും ഞങ്ങൾ ഏറെ ബഹുമാനത്തോടുകൂടെ നന്ദി അർപ്പിക്കുകയാണ്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട് മനഃപൂർവ്വമല്ല. എന്നാലും എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.